കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ കെയർഫിഡ് കോണ്ടന്റ് കേരള PSC പരിശീലന ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സുകളുടെ നോട്ടുകളും MCQ ഉൾപ്പെടെയുള്ളവ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. ലിങ്ക് ചുവടെ ചേർത്തിട്ടുണ്ട്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട്ണർഷിപ്പായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ കോപ്പറേഷൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ബാക്കി ഭാഗമാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. അതാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. ഇന്ത്യയിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യുന്നത് കമ്പനി ആക്ട് 2013 ആണ്. പഴയ ഡിഗ്രി ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനി ആക്ട് 1956 ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അമെൻമെൻ്റ് ആണ് 2013. ഒരുപാട് സമഗ്രമായ മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഈ ആക്ട് വരികയുണ്ടായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ട് കൂടിയാണ് കമ്പനീസ് ആക്ട്. ഈ ആക്ട് പ്രകാരം കമ്പനികളെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓണർഷിപ്പിൻ്റെ ബേസിൽ, ലാബിലിറ്റി ബേസിൽ, പബ്ലിക് ഇൻവോൾവ്മെൻറ്റ് ബേസിലൊക്കെ. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ ഇന്ത്യയിൽ വളരെ പോപ്പുലറാണ്. കാരണം അവർ ലാർജ് സ്കെയിൽ ഓപ്പറേഷനിലാണ് അവർ വർക്ക് ചെയ്യുക. അതിന് കാരണം അവർക്ക് വലിയ തോതിൽ ഫണ്ട് റേസ് ചെയ്യാനും അത് മുഖേന ഓപ്പറേഷൻ നടത്താനൊക്കെ സാധിക്കും മറ്റുള്ള ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ്സിനേക്കാൾ. നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഫീച്ചേഴ്സ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. ലീഗൽ എൻറ്റിറ്റി സെപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഷെയർ ഹോൾഡേഴ്സ് വേറെയാണ്, ഓണർഷിപ്പും പിന്നെന്താണ് ഡയറക്റ്റ് മാനേജ്മെൻറ്റും സെപ്പറേറ്റഡ് ആണ് എന്നതാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഷെയർ ഹോൾഡേഴ്സ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കമ്പനി അത് ബാധിക്കാറില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെത്ത് അതുപോലെ എന്തെങ്കിലും ഷെയർ ഹോൾഡേഴ്സിന് സംഭവിച്ചാലും അത് കമ്പനിയുടെ സ്ഥായിയായ ആ പ്രവർത്തനത്തെ അതൊരിക്കലും ബാധിക്കാറില്ല. ലിമിറ്റഡ് ലാബിലിറ്റിയാണ്. പാർട്ണർഷിപ്പിൽ അൺലിമിറ്റഡ് പറഞ്ഞിരുന്നു, LLPയിൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ. അതേപോലെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾക്ക് ലിമിറ്റഡ് ലാബിലിറ്റി എന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്. അതായത് ഷെയർ ഹോൾഡേഴ്സ് ലാബിലിറ്റീസ് ലിമിറ്റഡ് ടു ദി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഷെയർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ലിമിറ്റഡ് ടു ദി എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദെയർ ഷെയർസ്. ഇപ്പം 10 രൂപ ഫേസ് വാല്യൂ ഷെയറിന് 8 രൂപയാണ് പെയ്ഡ്, ബാക്കി അൺപെയ്ഡ് ആണ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞത് പോലെ പറയുകയാണെങ്കിൽ ആ 2 രൂപയാണ് എന്ത് ഇനി ലിമിറ്റ്. ആ 2 രൂപ വരെയാണ് ലിമിറ്റ്. അത്രയേ ഉള്ളൂ എന്ത് പോകുകയുള്ളൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 റുപ്പീസാണ് പോകും എന്നേ ഉദ്ദേശിച്ചുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ബാധ്യത ഏൽക്കേണ്ടതില്ല. പെർപ്പച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീസ് എക്സിസ്റ്റൻസ് ഇസ് നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ഓണർഷിപ്പ് ഓർ ഡെത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മാറ്റം കൊണ്ടോ അവരെ ചേഞ്ചസ് കൊണ്ടോ അവരുടെ ഡെത്ത് കൊണ്ടോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കില്ല, പ്രവർത്തനത്തെ ബാധിക്കില്ല. കമ്പനി അവിടെ ഉണ്ടാവും. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ് നമ്മൾ പറയാറുണ്ട്. ഒരു ചെറിയൊരു മാറ്റത്തോടു കൂടി പറയേണ്ടതുണ്ട്. ഷെയർസ് ക്യാൻ ബി ഫ്രീലി ട്രാൻസ്ഫേർഡ്. പബ്ലിക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളമാണ്. ലിസ്റ്റഡ് കമ്പനികൾക്കും പബ്ലിക് കമ്പനികൾക്കും എന്താണ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. പക്ഷേ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് നിയന്ത്രണത്തോടു കൂടിയേ പറ്റുള്ളൂ എന്ത് പ്രൈവറ്റ് കമ്പനികൾക്ക്. കമ്പനിൻ്റെ മാനേജ്മെൻറ്റ് അറിവോട് കൂടി അത് ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ പ്രൈവറ്റ് കമ്പനികൾക്ക്. റെഗുലേഷൻസ്, വലിയ റെഗുലേഷൻസ് ആർക്ക് ബാധകമാണ്? കമ്പനികൾക്ക് ഇന്ത്യയിൽ ബാധകമാണ്. പ്രത്യേകിച്ചും 2013 ആക്ട് പ്രകാരമൊക്കെ. അത് ആരെ നിയന്ത്രിക്കുക ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA ആൻഡ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ROC. ഇവരാണ് മെയിൻ റെഗുലേറ്റേഴ്സ് കമ്പനികളുടെ, MCAയും ROCയും. ഇനി ടൈപ്സ് ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് നോക്കാം. പല ക്വസ്റ്റ്യനിൽ കാണാറുണ്ട് ഈ ടൈപ്സിൻ്റെ ബേസിൽ മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൽ മാറ്റമുണ്ട്, മിനിമം മാക്സിമത്തിലൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നോക്കാം. പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ ഷെയർസ് ആർ ഓഫേർഡ് ടു ദി പബ്ലിക് ആൻഡ് ട്രേഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പബ്ലിക്കിന് ഷെയർ ഹോൾഡേഴ്സ് ഓഫർ ചെയ്യുകയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ BSE NSE പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഷെയറുകളുടെ കമ്പനികളാണിത് പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം മിനിമം മെമ്പേഴ്സ് 7ഉം നോ അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രയാവാം, മിനിമം എന്ത് വേണം? 7 മെമ്പേഴ്സ് വേണം. ആർക്ക്? പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾക്ക്. മസ്റ്റ് ഹാവ് എ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ സ്പെസിഫൈഡ് ബൈ ദി ലോ. ഈ ലോയിൽ പറയുന്ന പ്രകാരം മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇത്രയെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് കീപ്പ് ചെയ്യും വേണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ സ്റ്റീൽ, ഇൻഫോസിസ് പോലുള്ള കമ്പനികളൊക്കെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് എക്സാമ്പിളാണ്. മറ്റൊരു തരം കമ്പനിയാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ മുമ്പേ സൂചിപ്പിച്ച പോലെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് എന്ന് വെച്ചത് ഷെയർ ലിമിറ്റഡ് ആണ്, ലാബിലിറ്റി ലിമിറ്റഡ് ആണെന്നാണ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഷെയർ ആർ നോട്ട് അവൈലബിൾ ടു ദി പബ്ലിക് ആൻഡ് ആർ റെസ്ട്രിക്റ്റഡ് ടു എ ക്ലോസ് ഗ്രൂപ്പ്. ഒരു നിശ്ചിത മെമ്പേഴ്സിനെ മാത്രം പരിമിതപ്പെടുത്തിയിട്ടുള്ള
അതിനപ്പുറത്തേക്ക് പോവാത്ത തരം കമ്പനികളാണ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ. അവരെ സംബന്ധിച്ചുള്ള മിനിമം 2 മെമ്പേഴ്സും മാക്സിമം 200 മെമ്പേഴ്സുമാണ് 2013 ആക്ട് പ്രകാരം. മിനിമം 2 മെമ്പേഴ്സ് വേണം, മാക്സിമം 200 ആണ്. പക്ഷേ പബ്ലിക്കിന് എന്തായിരുന്നു മിനിമം 7, മാക്സിമം എന്താണ് നില്ലാണ്. മാത്രമല്ല ലെസ് റെഗുലേറ്ററി കംപ്ലൈൻസ് കമ്പയർഡ് ടു പബ്ലിക് കമ്പനിയാണ്. ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റെഗുലേഷൻസ് ഇന്ത്യയിൽ ഉണ്ട്. സെബി അടക്കമുള്ള റെഗുലേറ്റേഴ്സ് അവരെ നിയന്ത്രിക്കാനുണ്ട്. വലിയ തോതിലുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അത്രയൊന്നും ആർക്കില്ല, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കില്ല. മാത്രമല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ട്, ഓല, ബൈജൂസ് പോലുള്ള കമ്പനികളൊക്കെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളാണ്. OPC 1% കമ്പനി. നിങ്ങൾ ഒരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. 2013 വന്ന ഒരു ടൈപ്പ് ഓഫ് പുതിയ കൺസെപ്റ്റും കൂടിയാണ് 1% കമ്പനി. പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഒരു പേഴ്സൺ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഓൺഡ് ബൈ സിംഗിൾ ഇൻഡിവിജ്വൽ ഓഫറിങ് ലിമിറ്റഡ് ലയബിലിറ്റി. സിംഗിൾ ഇൻഡിവിജ്വലാണ് പ്ലസ് ലിമിറ്റഡ് ലയബിലിറ്റിയും കൂടെയാണ്. പിന്നെ ഡെസിഗ്നേറ്റഡ് ഫോർ സ്മാൾ സ്കെയിൽ എൻ്റർപ്രൈസ്, ചെറുകിട രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് പറ്റാവുന്ന ഒരു ടൈപ്പും കൂടിയാണ് 1% കമ്പനി എന്ന OPC. ഇനിയുള്ളത് ലിസ്റ്റഡ് ആൻഡ് അൺലിസ്റ്റഡ് കമ്പനീസ്. ഇന്ത്യയിൽ ചില കമ്പനി ലിസ്റ്റഡ് കമ്പനി എന്ന് പറയാറുണ്ട്, അല്ലാത്തത് അൺലിസ്റ്റഡ് എന്നും പറയാറുണ്ട്, പബ്ലിക് കമ്പനികളും ആവാതെ. ലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ എൻറോൾഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് എന്ന് പറയുമ്പോൾ എൻറോൾഡ് ഇൻ BSE NSE മാർക്കറ്റിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാലാണ് ലിസ്റ്റഡ് എന്ന് പറയുക. ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവിടെ. അൺലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ വിച്ച് ആർ നോട്ട് എൻറോൾഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം മാർക്കറ്റുകളിൽ ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അത്ര അവരുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന സ്റ്റോക്കുകൾ ഉള്ള കമ്പനികളാണ് ലിസ്റ്റഡ്. നോക്കാം. ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസ് ഹൂസ് ഷെയർസ് ആർ ട്രേഡഡ് ഓൺ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. NSE BSE ആണ് ഇന്ത്യയിൽ നിലവിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. പിന്നെ അൺലിസ്റ്റഡ് എന്ന് പറയുമ്പോൾ വിച്ച് ആർ നോട്ട് ലിസ്റ്റഡ് അല്ലേ, ദാറ്റ് ആർ നോട്ട് ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ട് രീതിയിൽ ലിസ്റ്റഡ് അൺലിസ്റ്റഡ്. ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം. പ്രോമിനൻറ്റ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ഇന്ത്യ. അത് ബേസിക് ആയിട്ട് പബ്ലിക്കും പ്രൈവറ്റും. പബ്ലിക് അറിയുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസ്, HUL, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI, ITC. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾ ചേർത്തു എന്നേ ഉള്ളൂ. പ്രൈവറ്റ് കമ്പനികൾ എന്ന് പറയുമ്പോൾ ഇൻഫോസിസ് ഇപ്പോൾ പബ്ലിക്കാണ്. അത് ലിസ്റ്റ് ചെയ്യുന്ന മുമ്പ് എന്താവായിരുന്നു, അത് പ്രൈവറ്റ് ആയിരുന്നു. ഇപ്പോൾ പബ്ലിക്കാണ്. ഈ പറയുന്ന 3 ഇപ്പോൾ പബ്ലിക്കാണ്, കാരണം 3 ലിസ്റ്റഡ് ആണ്. സൊമാറ്റോ കഴിഞ്ഞ വർഷം ലിസ്റ്റ് ചെയ്തു. സ്വിഗ്ഗി ഏറ്റവും റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തു. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ആൾക്ക് പ്രൈവറ്റ് ആണ്. പിന്നെ റിക്വയർമെൻറ്റ് ഫോർ ഫോമിങ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഇൻ ഇന്ത്യ. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ഇന്ത്യയിൽ? 1, രജിസ്ട്രേഷൻ വിത്ത് ROC. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ എന്ത് വേണം? രജിസ്ട്രേഷൻ വേണം. അത് കമ്പനി ആക്ട് 13 പ്രകാരം കമ്പൽസറിയാണ്. മറ്റൊന്ന് MOA, AOA, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. രണ്ടും ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ്. അതിലാണ് അവർ ഒബ്ജക്റ്റീവ്സും റൂൾസും ബേസിക്സ് ആയ കാര്യങ്ങളൊക്കെ പറയാം. ഡോക്യുമെൻറ്റുകൾ പ്രധാനമാണ്, അവ വേണം. മിനിമം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ബൈ ലോ എന്ന് പറഞ്ഞല്ലോ. അത് ഡിപ്പെൻഡ് ബൈ ദി ടൈപ്പ് ഓഫ് കമ്പനി. OPC ആണെങ്കിൽ, പ്രൈവറ്റ് ആണെങ്കിൽ, പബ്ലിക് ആണെങ്കിലൊക്കെ അതിൽ മാറ്റങ്ങളുണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, അതിലും മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ മിനിമം 2 ഡയറക്ടേഴ്സ് ഫോർ പ്രൈവറ്റ് കമ്പനീസ്. പബ്ലിക്കിനാണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ് വേണം. പക്ഷേ അതിൽ തന്നെ ഒരു ഡയറക്ടർ എന്തായിരിക്കണം? മസ്റ്റ് ബി ആൻ ഇന്ത്യൻ റെസിഡൻറ്റ്. അങ്ങനെ കുറേ നിർദ്ദേശങ്ങളുണ്ട്. ഡയറക്ടേഴ്സിൻ്റെ കേസിൽ മാറ്റങ്ങളുണ്ട്. കംപ്ലൈൻറ്റ്സ് ആൻഡ് റിപ്പോർട്ടിംഗ്. കംപ്ലൈൻറ്റ്സ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പല റെഗുലേറ്റേഴ്സിൻ്റെ നിർദ്ദേശങ്ങളും കണ്ടീഷൻസും കംപ്ലൈൻറ്റ്സ് ചെയ്യേണ്ടതുണ്ട്. അത് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്, പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല പല സമയത്തും പല റിപ്പോർട്ട്സുകളും ചെയ്യേണ്ടതുണ്ട്, സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതാണ് റെഗുലേറ്റേഴ്സ് ഫയലിങ്സ് വിത്ത് ദി റെഗുലർ ഫയലിംഗ് വിത്ത് ദി ROC, ടാക്സ് അതോറിറ്റീസ്, ആനുവൽ ഫിനാൻഷ്യൽ ഡിസ്ക്ലോഷർ. പിന്നെ ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ സെബിക്ക് ഒരുപാട് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് റിപ്പോർട്ടിങ്ങും കംപ്ലൈൻറ്റ്സ് ഒക്കെ ഇവർക്ക് ആവശ്യമുണ്ട്. അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ആക്സസ് ആണെങ്കിൽ വലിയ തോതിൽ ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്, ഫോം ഓഫ് ബിസിനസ് ആണ് കമ്പനി എന്ന് പറയുന്നത്. എബിലിറ്റി ടു റേസ് ഫണ്ട് ഫ്രം ദി പബ്ലിക്
പ്രൈവറ്റ്. പബ്ലിക് കമ്പനി പറയുമ്പോൾ പബ്ലിക് തന്നെ എന്ത് ചെയ്യാം, ഫണ്ട് റൈസ് ചെയ്യാം. ലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്ത് IPO ഒക്കെ നടത്തിയിട്ടോ FPO നടത്തിയിട്ടോ ഒക്കെ എന്ത് ചെയ്യാം, ഫണ്ട് വൻതോതിൽ വേണമെങ്കിൽ റൈസ് ചെയ്യാൻ സാധിക്കും. അത് എവിടെ സാധിക്കില്ലായിരുന്നു, പാർട്ണർഷിപ്പിലൊന്നും സാധിക്കില്ലായിരുന്നു. ലിമിറ്റഡ് ലാബിലിറ്റി ആണ്, വീണ്ടും പറയാം, പ്രൊട്ടക്ട് ദി പേഴ്സണൽ അസറ്റ്സ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ എത്രയാണ്, അത്ര ലിമിറ്റഡ് ആണ്, അതേ പോകുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, ബാധ്യത ഏൽക്കേണ്ടി വരില്ല. കോർപ്പറേറ്റ് ഗ്രോത്ത് ഐഡിയൽ ഫോർ സ്കെയിലിംഗ് ബിസിനസ്. വലിയ തോതിൽ, വൻതോതിൽ, ലാർജ് സ്കെയിൽ എന്ന രീതിയിലൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ അത് നല്ലത് എന്താണ്, എന്താ പറയുക, കോർപ്പറേറ്റ് രീതിയിൽ ഒരു കമ്പനി തുടങ്ങുക നല്ലത്. ട്രാൻസ്പെറൻസി എന്നത് വലിയൊരു ഘടകമാണ്. സബ്ജക്റ്റ് ടു ഓഡിറ്റ്സ് ആൻഡ് റിപ്പോർട്ടിംഗ്, ഇൻക്രീസിങ് ട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. കാരണം അത് മാനേജ്മെൻറ്റ് വേറെ, ഷെയർ ഹോൾഡേഴ്സ് വേറെ. അപ്പോൾ പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് ട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, കമ്പനിക്ക് ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഡിറ്റിംഗ് അവിടെ വലിയ പ്രധാനമാണ്. അവരുടെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ്, വലിയ ഒരു എലമെൻ്റാണ്. ഡിസ്അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ കോംപ്ലക്സ് ഫോർമേഷൻ. കാരണം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരെ രജിസ്ട്രേഷൻ ഫോർമേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഒരു സാധാരണക്കാരന് ചെയ്യാൻ കഴിയുന്നതല്ല. പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് മുന്നോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ചും CA പോലുള്ള പ്രൊഫഷണൽസിൻ്റെ അറ്റസ്റ്റേഷനും കാര്യങ്ങളൊക്കെ എന്തിൽ വേണ്ടി വരും, കമ്പനി ഫോർമേഷനിൽ വേണ്ടി വരും. അതിൻ്റെ പ്രൊസീജിയർ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, ലീഗലി ആണ്. പിന്നെ മറ്റൊന്ന് റെഗുലേറ്ററി കംപ്ലൈൻസ് പറഞ്ഞല്ലോ, പല ROC, പിന്നെ MCA, സെബി എല്ലാ കേസിലും വരില്ല, ലിസ്റ്റഡിൻ്റെ കേസിലൊക്കെ. അങ്ങനെ പല റെഗുലേറ്റേഴ്സിൻ്റെയും എന്താ പറയുക കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. ഓണർഷിപ്പ് ഡയലൂഷൻ വലിയൊരു നെഗറ്റീവ് പോയിന്റ് കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞു, സ്വിഗ്ഗി, സൊമാറ്റോ. സ്വിഗ്ഗിൻ്റെ റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്തു. ആ ലിസ്റ്റ് ചെയ്യുന്നത് വരെ സ്വിഗ്ഗിൻ്റെ മാനേജ്മെൻറ്റ് ആരാ ചെയ്യുന്നത്, ആ അവരെ യഥാർത്ഥ ഓണേഴ്സാണ് ചെയ്യുന്നത്. ലിസ്റ്റ് ചെയ്തത് കൂടി അത് പബ്ലിക്കായി അവിടെ ആര് വരുന്നുണ്ട്, പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് അവിടെ വരികയാണ്. അപ്പോൾ അവരെ കൂടെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് മുന്നോട്ടുള്ള പോക്കിൽ. അത് ആ രീതിയിൽ എന്താണ്, ഓണർഷിപ്പ് ഡയലൂട്ട് ചെയ്യപ്പെട്ട് സ്വന്തം കയ്യിൽ നിന്ന് കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊമോട്ടർ കയ്യിൽ നിന്ന് കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, പോയി കഴിഞ്ഞ് പബ്ലിക് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ് ഓണർഷിപ്പ് ഡയലൂഷന്. ജസ്റ്റ് കമ്പാരിസൺ കൂടിയിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ പാർട്ണർഷിപ്പ് സംബന്ധിച്ചുള്ള അങ്ങനെയല്ല, നോ സെപ്പറേറ്റ് ഫ്രം ഓണേഴ്സ്. പക്ഷേ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് എന്ത്, കമ്പനിക്ക്. ലാബിലിറ്റി അൺലിമിറ്റഡ് ആണ് പാർട്ണർഷിപ്പിൽ. LLPക്ക് എന്താണ്, ലിമിറ്റഡ് ആണ് പറഞ്ഞിരുന്നു. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിക്ക് ലിമിറ്റഡ് ലാബിലിറ്റി ആണ്. ഫോർമേഷൻ സിമ്പിൾ അഗ്രിമെൻറ്റിലൂടെ അല്ലേ, പാർട്ണർഷിപ്പ് ഡീറ്റിലൂടെ ഫോം ചെയ്യാൻ പറ്റും. പക്ഷേ കമ്പനികൾക്ക് എന്താല്ല, അത് പോസിബിൾ അല്ല. ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ഒരുപാട് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എന്താണ്, ഷെയർഡ് ബൈ പാർട്ട്നേഴ്സ് ആണ്. പക്ഷേ ഡിവൈഡ് ഇൻറ്റു ഷെയർസ്. പാർട്ട്നേഴ്സ് ഫണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അവരായിട്ട് എന്ത് ചെയ്യുന്നു, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷേ ഇവിടെ എന്താണ്, ഷെയർ ആണ്, അവരെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ അവർക്ക് വോട്ടിംഗ്, ഇക്വിറ്റി ഷെയർ ആകുമ്പോൾ വോട്ടിംഗ് റൈറ്റ് കിട്ടും. AGM ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. മെയിനായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയാനൊക്കെ പറ്റും. പിന്നെ ഓണർഷിപ്പ് പറയാം. ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 7 പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആ 7 പാർട്ട്നേഴ്സിൽ ലിമിറ്റഡ് ചെയ്യപ്പെടും അവർ ഫണ്ട് റൈസിങ്. പക്ഷേ കമ്പനികൾക്ക് അങ്ങനെയല്ല. ലാർജ് ക്യാപിറ്റൽ ഫ്രം പബ്ലിക് അല്ലേ, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ് ആകുമ്പോൾ അപ് ടു 200 മെമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചുകൂടി വ്യാപ്തി ഉണ്ട്, സ്കോപ്പ് ഉണ്ട് അവിടെ. മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് ബൈ പാർട്ട്നേഴ്സ് ആണ്, മാനേജ്മെൻറ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അല്ല. കമ്പനിക്ക് ആരാണ്, ഡയറക്ടേഴ്സ് ആണ്. ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് ജോയിൻറ്റ് കമ്പനി മാനേജ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ഷെയറിങ് ആസ് പെർ ദി അഗ്രിമെൻറ്റ്, ആസ് പെർ ദി പാർട്ണർഷിപ്പ് ഡീഡ് എവിടെ, പാർട്ട്ണർഷിപ്പിൽ. പക്ഷേ ബേസ്ഡ് ഓൺ ഷെയർ ഹോൾഡിങ്, ഷെയറിൻ്റെ ബേസിലാണ് പ്രോഫിറ്റ് ഷെയറിങ് ഉണ്ട്. അത് കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല, കമ്പനി ഡയറക്ടർ ബോർഡിന് തീരുമാനം അനുസരിച്ച് ഉണ്ടാവും. അവർ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് AGM തീരുമാനിച്ചാൽ കിട്ടും. പ്രത്യേകിച്ചും പബ്ലിക് ലിമിറ്റഡ് കമ്പനി PSU കമ്പനികളുണ്ടല്ലോ, സർക്കാർ കമ്പനികളിലൊക്കെ വലിയ തോതിൽ കിട്ടാറുണ്ട്, ഡിവിഡൻഡ് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടാറുണ്ട്. കാരണം അതിൻ്റെ വലിയൊരു പങ്ക് ആർക്കുള്ളതാണ്, സർക്കാരിനുള്ളതാണ്. അപ്പോൾ സർക്കാരിന് വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം കൂടിയാണത്. ഇത്രയാണ് ഇന്നത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന പാർട്ടിൽ ഉൾപ്പെടുത്തിയത്. ധാരാളം ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തുനിന്ന് വന്നേക്കാം. പ്രത്യേകിച്ചും ടൈപ്പ് ഓഫ് കമ്പനീൻ്റെ ബേസിലൊക്കെ, മെമ്പേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ ബേസിൽ, ഡയറക്ടേഴ്സിൻ്റെ ബേസിൽ മിനിമം 3 ഇൻ കേസ് ഓഫ് പബ്ലിക്, മിനിമം 2 എന്നൊക്കെ പറഞ്ഞല്ലോ. അത് അറ്റ്ലീസ്റ്റ് 1 എന്താവണം,
ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ വ്യത്യസ്ത കമ്മിറ്റികൾ ഗവേൺസിൻ്റെ ഭാഗമായിട്ട് വേണ്ടതുണ്ട്. അത്ര ഡീപ്പായിട്ട് ഈ സിലബസിൽ ഈ പാർട്ട് പോയിട്ടില്ല. പോകുന്ന മുറക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്കും ഉൾപ്പെടുത്താം. ഈ ക്ലാസ്സിൻ്റെ MCQ വീഡിയോ ആയിട്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ വരും. ഈ ക്ലാസ്സിൻ്റെ മെറ്റീരിയലുകൾ എവിടെ ലഭ്യമാണ്? ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.